തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. കണ്ണൂർക്ക് അമ്മേ അമ്മേ കണ്ണൂർക്കമ്മേ അമ്മേ അമ്മേ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഗൗതം? നമുക്ക് അതൊന്ന് നോക്കിയിട്ട് വരാം. നീ വാ. ഗൗതം നോക്കേ, നിധി വന്നേ. ഒരു കണ്ടുമുട്ടലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. ഇന്ന് ഇവിടുത്തെ എൻ്റെ അവസാന ദിവസം. കാശിയിലേക്ക് യാത്ര തിരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഇത് ദൈവനിശ്ചയ. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇല്ലാതെ പോയാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം അപൂർണമായി പോകും. ഒന്നും പൂർണ്ണമാകാനില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് എല്ലാം ഉപേക്ഷിച്ചിറങ്ങി തിരിച്ചത്. ഞാൻ ജ്യോതിയെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചായിരുന്നു. അത് നിങ്ങളിലേക്ക് എത്തിക്കാണോന്ന് കരുതുന്നു. ഞങ്ങൾ ആന്റിയെ കാണാൻ പോയിരുന്നു. അത് സ്വീകരിക്കണം. ശരിക്കും ഒറ്റപ്പെട്ടു പോയത് ജ്യോതിയ. സാധിക്കുമെങ്കിൽ വല്ലപ്പോഴെങ്കിലും നിങ്ങൾ അവളെ പോയി കാണണം. എന്റെ അമ്മയെ കാണണ്ടേ? അമ്മ കാറിലിരിപ്പുണ്ട്. വാ. അത് വേണ്ട ഗൗതം, എനിക്ക് വരാനാവില്ല. അതിനുള്ള ധൈര്യം ഇപ്പൊ എനിക്കില്ല. നിർമ്മലയുടെ മുന്നിൽ ചെന്ന് നിന്നാൽ, ആ മുഖത്തേക്കൊന്ന് നോക്കിയാൽ ഈ ലോകത്തിലെ സകല ശാപങ്ങളും ഒരുമിച്ചെന്റെ തലയിലേക്ക് പതിക്കുന്ന പോലെ ആയിപ്പോവും. ഇനി ഒരു വാക്കുകൊണ്ടെങ്കിലും അവൾ എന്നെ ശപിച്ചാൽ പിന്നെ ഞാൻ മുങ്ങുന്ന ഏത് ഗംഗയും പാപത്തിൻ്റെതായിപ്പോവും. വേണ്ട, ഇനി ഒന്നും വേണ്ട. അങ്ങനെ ഒരു കൂടിക്കാഴ്ചക്കുള്ള കരുത്ത് എന്റെ മനസ്സിനും ശരീരത്തിനുമില്ല. പൊയ്ക്കോട്ടെ.
അമ്മയെ കാണണം, കണ്ടേ പറ്റൂ. വരൂ സർ, പ്ലീസ്. ഇനി അമ്മയെ കാണാതെ ഞാൻ വിടില്ല. വരൂ എൻ്റെ കൂടെ. ഡോർ തുറന്ന് നോക്കിക്കോളൂ. ഇതിൽ എൻ്റെ അമ്മയുണ്ട്. നിന്റെ ഈ കണ്ണീരിന് എന്നെ ദഹിപ്പിച്ച് കളയാനുള്ള ശക്തിയുണ്ട്. ദൈവനിയോഗമാണ് നിങ്ങളെയും എന്നെയും എൻ്റെ അമ്മയെയും ഒരേ അടുത്ത് തന്നെ എത്തിച്ചത്. എൻ്റെ അമ്മയോട് ഒരു വാക്കുപോലും പറയാതെ പൊയ്ക്കളഞ്ഞല്ലേ. വിഷമിച്ചിട്ടുണ്ടാവും. നിങ്ങളെ സ്നേഹിച്ചു എന്നുള്ള ഒരു തെറ്റേ ഈ അമ്മ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. മരണം വരെ ഒരു സന്തോഷം അറിഞ്ഞിട്ടില്ല. ആത്മാവിനെങ്കിലും ശാന്തി കിട്ടണം. CK ചന്ദ്രബോസ് എന്ന മഹാപാപിയുടെ തലയിൽ ഇനി എൻ്റെ അമ്മയുടെ ശാപം വേണ്ട. അതിൽ നിന്നെങ്കിലും നിങ്ങൾ ഒഴിഞ്ഞു നടക്കണം.